വ്യഭിചാരം എന്ന് പറയുന്ന മഹാപാതകത്തിനുള്ള ശിക്ഷയാണ് പറയുന്നത്. അതിൻ്റെ വിശദമായ വിവരങ്ങളിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട്. ആ വിശദമായ കാര്യങ്ങൾ പറയുന്നതിൻ്റെ മുമ്പേ ഇവിടെ പറയുന്ന നിയമം എന്താണ്? ഇവിടെ പറയുന്നത് 100 അടി അടിക്കണം എന്നുള്ള നിയമമാണ്. ഈ നിയമം ഇറങ്ങുന്നതിൻ്റെയും മുമ്പ് ആദ്യമുണ്ടായിരുന്ന ഒരു നിയമമുണ്ടായിരുന്നു. ഖുർആൻ വ്യാഖ്യാതാക്കൾ അത് പറഞ്ഞു കാണാം. സൂറത്തുൻ നിസായിലെ 15-16 ആയത്തുകളിൽ വ്യഭിചാരികളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ഇടപെടലുകൾ എങ്ങനെയാണ് വേണ്ടിയിരുന്നത് എന്ന് ആദ്യകാലത്ത് ചില നിയമങ്ങൾ ഉണ്ടായിരുന്നു. വല്ലാത്തി യഅ്തീനൽ ഫാഹിശത മിൻ നിസായികും ഫസ്തശ്ഹിദൂ അലൈഹിന്ന അർബഅതം മിൻകും فإن شهدوا فامسكوهن في البيوت حتى يتوفاهن الموت أو يجعل الله لهن سبيلا. എന്താണ് ഇവിടെ അല്ലാഹു പറയുന്നത്? നിങ്ങളിൽ നിന്ന് ഫാഹിശത്ത് കൊണ്ടുവരുന്ന സ്ത്രീകൾ, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നീചമായ ഈ പ്രവൃത്തി കൊണ്ടുവരുന്ന സ്ത്രീകൾ, ഫസ്തശ്ഹിദൂ അലൈഹിന്ന, നിങ്ങൾ അവരുടെ മേൽ സാക്ഷിയായിട്ട് ആവശ്യപ്പെടണം. അർബഅതം മിൻകും, നിങ്ങളിൽ നിന്ന് 4 പേരെ തന്നെ സാക്ഷിയായിട്ട് ആ കുറ്റം തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ, അങ്ങനെ സാക്ഷിയായിട്ട് ആവശ്യപ്പെട്ട് അവർ 4 ആളും അത് സാക്ഷിയായി പറയുകയാണെങ്കിൽ നിങ്ങളവരെ എന്താണ് അന്ന് നിശ്ചയിക്കപ്പെട്ട ശിക്ഷ എന്തായിരുന്നു ആദ്യകാലത്ത്? അഥവാ ഈ നിയമം വരുന്നതിൻ്റെ മുമ്പുള്ള നിയമം എന്തായിരുന്നു? ഫംസികൂഹുന്ന ഫിൽ ബുയൂതി, നിങ്ങളവരെ വീടുകളിൽ തന്നെ പിടിച്ചു നിർത്തണം, വീട്ടുതടങ്കലിൽ നിർത്തണം. ഹത്താ യതവഫാഹുന്നൽ മൗതു, അവർക്ക് മരണം വരുന്നത് വരെ, മരണം വരെ വീട്ടുതടങ്കലിൽ പാർപ്പിക്കലായിരുന്നു ആദ്യത്തെ നിയമമെന്ന്. ഔ അല്ലെങ്കിൽ ജഅലല്ലാഹു ലഹുന്ന സബീലാ, അല്ലെങ്കിൽ അത്തരം സ്ത്രീകളുടെ വിഷയത്തിൽ അള്ളാഹു മറ്റു വല്ല പോംവഴിയും എന്താണെന്ന് നിശ്ചയിക്കുവോളം ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അള്ളാഹ് എന്താണ് മാർഗം എന്നുണ്ടെങ്കിൽ ആ നിയമം ഇറക്കുന്നത് വരെ എന്ത് ചെയ്യണം? അവരവരുടെ വീടുകളിൽ, അവരെ വീട്ടുതടങ്കലിൽ വെക്കണം. അതുപോലെ തന്നെ വല്ലദാനി യഅ്തിയാനിഹാ മിൻകും ഫആദൂഹുമാ ഫഇൻ താബാ വഅസ്ലഹാ ഫഅരിദൂ അൻഹുമാ ഇന്നല്ലാഹ കാന തവ്വാബർ റഹീമാ. ഇനി നിങ്ങളിൽ നിന്ന് നീചമായ പ്രവൃത്തി കൊണ്ടുവരുന്ന ആണാവട്ടെ പെണ്ണാവട്ടെ 2 ആളെങ്കിലും നിങ്ങൾ അവരെ ഫആദൂഹുമാ, നിങ്ങളവരെ ബുദ്ധിമുട്ടിക്കണം, നിങ്ങളവരെ പീഡിപ്പിക്കണം. എന്താ അതിൻ്റെ രീതി എന്ന് പറഞ്ഞില്ല. അതേതൊക്കെ ഫാഹിശത്ത് അതിൽ പെടുന്നു എന്നുള്ളതും പറഞ്ഞില്ല. എന്നാലോ ഇങ്ങനെയൊക്കെയാണെങ്കിലും അവർ പശ്ചാത്തപിച്ച് ഫൈൻ താബാ, അവരിരുവരും പശ്ചാത്തപിക്കുവാൻ തയ്യാറാണെങ്കിൽ, വാസുലഹാ, തുടർന്നുള്ള ജീവിതം മെച്ചപ്പെടുത്തുവാനും തയ്യാറാണെങ്കിൽ, ഫഅരിദൂ അൻഹുമാ, നിങ്ങൾ അവരിൽ നിന്ന് പിന്തിരിഞ്ഞു കളയണം. ഇന്നല്ലാഹ കാന തവ്വാബർ റഹീമാ, നിശ്ചയം അല്ലാഹു എല്ലാം പൊറുക്കുന്നവനാണ്, ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും ഏറെ കരുണ ചെയ്യുന്നവനുമാണ്. ഇതാണ് സൂറത്തുൻ നിസായിലെ ആ 15-16 ആയത്തുകൾ പറയുന്നതിൻ്റെ ചുരുക്കം. പണ്ഡിതന്മാർ പറയാണ് ഇതായിരുന്നു ആദ്യത്തിലുണ്ടായിരുന്ന നിയമം. എന്നാൽ സൂറത്തുൻ നൂറിലെ ഈ വചനങ്ങളോടുകൂടി ആ നിയമം പോയി, ആ നിയമം ദുർബലപ്പെട്ടു. അത് നമ്മളൊന്ന് സാന്ദർഭികമായി മനസ്സിലാക്കേണ്ടതുണ്ട്.